ശ്രീകൃഷ്ണനും അരിഷ്ടാസുരനും. ഒരു പുരാണകഥ. ഒരിക്കൽ മനോഹരമായ വൃന്ദാവനത്തിൽ ഗോപന്മാരും പശുക്കളും സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. പെട്ടെന്നാണ് ആ ശാന്തത തകർത്തുകൊണ്ട് ഭീകരമായ ഒരു ശബ്ദം മുഴങ്ങിയത്. കംസൻ അയച്ച അരിഷ്ടാസുരൻ എന്ന രാക്ഷസനായിരുന്നു അത്. അവൻ ഒരു ഭീമാകാരമായ കാളയുടെ രൂപം ധരിച്ചാണ് വന്നത്. അസുരന്റെ രൂപം: പർവ്വതം പോലെ വലിയ ശരീരം, മേഘഗർജനം പോലുള്ള മുരൾച്ച, ചുവന്നു തുടുത്ത കണ്ണുകൾ, ആകാശത്തേക്ക് കൂർത്തുനിൽക്കുന്ന കൊമ്പുകൾ എന്നിവയോടെ അവൻ വൃന്ദാവനത്തെ വിറപ്പിച്ചു. അവൻ വാലുയർത്തി മണ്ണു കിളച്ചും മരങ്ങൾ പിഴുതെറിഞ്ഞും മുന്നേറി. ഭയം കാരണം പശുക്കൾ ചിതറിയോടി. ഗോപന്മാർ കൃഷ്ണ, രക്ഷിക്കണേ എന്ന് വിളിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തി. കൃഷ്ണന്റെ പോരാട്ടം. തന്റെ ജനങ്ങളുടെ പേടി കണ്ടപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിയോടെ മുന്നോട്ടുവന്നു. അസുരനെ വെല്ലുവിളിച്ചുകൊണ്ട് കൃഷ്ണൻ കൈകൾ കൊട്ടി ശബ്ദമുണ്ടാക്കി. ഇതുകണ്ട് ക്രോധാക്രാന്തനായ അരിഷ്ടാസുരൻ തന്റെ കൂർത്ത കൊമ്പുകൾ താഴ്ത്തി കൃഷ്ണനെ കുത്തിക്കൊല്ലാൻ ആഞ്ഞുപാഞ്ഞുവന്നു. എന്നാൽ കൃഷ്ണൻ ഒരിഞ്ചുപോലും മാറിയില്ല. കാള അടുത്തുവന്ന നിമിഷം ഭഗവാൻ അവന്റെ രണ്ടു കൊമ്പുകളിലും മുറുകെ പിടിച്ചു. ഒരു ആന ചെറിയൊരു കമ്പ് തടയുന്നതുപോലെ കൃഷ്ണൻ ആ വലിയ കാളയെ തടഞ്ഞു നിർത്തി. എന്നിട്ട് അവനെ പിന്നിലേക്ക് തള്ളി. അന്ത്യം. പിന്മാറാൻ തയ്യാറാകാത്ത അസുരൻ വീണ്ടും കുതിച്ചു. ഇത്തവണ കൃഷ്ണൻ അവനെ നിലത്തടിച്ചു. തുടർന്ന് അവന്റെ ഒരു കൊമ്പ് ബലമായി ഒടിച്ചെടുത്തു. ആ കൊമ്പ് ആയുധമാക്കി മാറ്റി ഭഗവാൻ അസുരനെ പ്രഹരിച്ചു. ഒടുവിൽ രക്തം ഛർദ്ദിച്ച് അരിഷ്ടാസുരൻ ചത്തുവീണു. അസുരന്റെ ഉള്ളിലുണ്ടായിരുന്ന ദുഷ്ടാത്മാവ് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു.